പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി അതിയടം പാലോട്ടുകാവിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തിനിർഭരമായ കാഴ്ചവരവ് നടന്നു. നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യവും വിളിച്ചോതുന്ന ഒന്നായി മാറി കാഴ്ചവരവ്. ഞായറാഴ്ച വൈകിട്ട് അതിയടം പാലോട്ടുകാവിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തിനിർഭരമായ കാഴ്ചവരവ് നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നൂറുകണക്കിന് മുത്തുകുടകളുമായി ഭക്തജനങ്ങൾ കാഴ്ചവരവിൽ അണിനിരന്നു. ആവേശത്തോടെ കാഴ്ചത്തൊണ്ടുകളുമായി യുവാക്കളും കാഴ്ചയിൽ അണിചേർന്നു. ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കാഴ്ചയെത്തിക്കുന്നത് നാടിന്റെ ഐക്യം വിളിച്ചോതുന്നു എന്ന് സംഘാടകർ പറയുന്നു. പൂർവികന്മാരുണ്ടാക്കി വെച്ച ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് 13 വർഷം കൂടുമ്പോൾ പെരുങ്കളിയാട്ടം നടത്തുന്ന മുച്ചിലോട്ട് കാവിലേക്ക് അതിയടം പാലോട്ട് കാവിൽ നിന്ന് കാഴ്ചവരവുമായി ഭക്തജനങ്ങൾ പോകുന്നത്. മുൻകാലങ്ങളിൽ ഉള്ള ബന്ധം തന്നെ അത് ഇന്നും നിലനിർത്തിക്കൊണ്ട് രണ്ട് ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്നും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് രണ്ട് ക്ഷേത്രങ്ങളുടെയും കമ്മിറ്റികളുടെയും ആചാരക്കാരുടെയും ലക്ഷ്യം. മുൻകാലങ്ങളിൽ ഈ അതിയടം പാലോട്ട് കാവിൽ നിന്ന് അതിയടം മുച്ചിലോട്ട് കാവിലേക്ക് അവിടെ അടിയന്തരം നടത്തണമെങ്കിൽ അതിയടം പാലോട്ട് കാവിലുള്ള വെളിച്ചപ്പാടന്മാരുടെ അടയാഭരണങ്ങളും ചിലങ്കകളും കൊണ്ടുപോയി മുച്ചിലോട്ട് അടിയന്തരം അവിടുത്തെ കോമരത്തന്മാർ കെട്ടി അടിയന്തരം കഴിച്ച ചരിത്രം നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 13 സംവത്സരത്തിനു ശേഷം നടന്ന അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഒരു നാടിന്റെ ഐക്യവും കൂട്ടായ്മയും വിളിച്ചോതുന്നതായിരുന്നു. 2 നേരമുള്ള അന്നദാനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു. പുലിയൂർ കണ്ണൻ, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുറത്തിയമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.